ഇന്ന് ഞങ്ങൾ പ്രയറിന് വേണ്ടി ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞങ്ങളുടെ കാറിൽ വെച്ചിട്ട് അപ്പം ഞാനും നമ്മുടെ ആൻഡു ബ്രദറും ബീം ബ്രദറും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോരുന്നോണ്ടിരിക്കുക. അപ്പം ഞാൻ ആണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുന്നത്. കുറേ നേരം ഞാൻ പാട്ടുകളൊക്കെ കേട്ടു, എനിക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടു. ഞങ്ങൾ ഈ പാല എത്താറായപ്പോഴാണെന്ന് തോന്നുന്നു ആൻഡു ബ്രദർ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് ആൾ ഫോൺ എടുത്തിട്ട് ഒരു സാക്ഷ്യം പ്ലേ ചെയ്തു. ഒരു സാക്ഷ്യം, എന്താ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? പേര് മറന്നുപോയി. ഓക്കെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേര് ഓർമ്മയില്ല. ഒരു ദൈവദാസൻ, ഒരു വർഷിപ്പാണ്. വർഷിപ്പിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയുക. 8ാമത്തെ വയസ്സിൽ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടൊരു വ്യക്തി, 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടൊരു വ്യക്തി. 8 വയസ്സിൽ ലോകത്തിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ കഴിയാത്ത, ഒന്നും നോക്കാൻ കഴിയാത്ത ഒരു വ്യക്തി. കണ്ണിന് ക്യാൻസർ ബാധിച്ച് 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. മാത്രമല്ല ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, ശ്വാസം എടുക്കാൻ സാധിക്കത്തില്ല. 3ാമത്തെ ഒരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഭയങ്കര പ്രോബ്ലമാണ്. കാരണം ചുണ്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, മുഖത്തിന് ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, മൂക്കിലൂടെയാണ് ശബ്ദം വരുന്നത്. നോർമലി അല്ല, അത് നമുക്ക് മനസ്സിലാകത്തില്ല. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അമ്മയ്ക്കല്ലാതെ ലോകത്ത് ഈ ആർക്കും അറിയാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാഷ. ഒരു സർജറിക്ക് മുമ്പ്, ഒരു സർജറിക്ക് ശേഷമാണ് ഇത്രയെങ്കിലും നല്ല രീതിയിൽ എൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം വന്നത്. അപ്പോൾ ദൈവത്തോട് അദ്ദേഹം തന്നെ ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചേ? അതായത് 2 കണ്ണിന് കാഴ്ചയില്ല, ഈ ലോകത്തെ സന്തോഷകരമായ ഒന്നും കാണാൻ എനിക്ക് സാധിക്കത്തില്ല, ഒന്നും നോക്കാനോ ഒന്നും ആസ്വദിക്കാനോ സാധിക്കാത്ത, ഒന്ന് നേരാവണ്ണം ശ്വാസമെടുക്കാൻ കഴിയാത്ത, ഒരു രീതിയിലും ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു കാര്യം പറയാൻ കഴിയാത്ത ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യന് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം, എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്, എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുക. അതായത് ഞാനൊന്ന് കണ്ണ് തുറന്നാൽ എനിക്കൊന്ന് ബാത്റൂമിൽ പോകാൻ മറ്റൊരാളുടെ സഹായം വേണം, അതൊരവസ്ഥയാണ്. അതായത് സ്വന്തമായി തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതിന് പോലും കഴിയാത്ത ഒരവസ്ഥയാണ് എൻ്റെ എന്ന് പറയുക. അതിനുശേഷം അദ്ദേഹം പാടിയ പാട്ടിൻ്റെ ആദ്യത്തെ വരി എന്തായിരുന്നു എൻ്റെ ബ്രദറെ? ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഒരു തരി പോലും കുറയില്ല ദൈവമേ നിന്നോടുള്ള സ്നേഹം. എന്നിട്ട് അദ്ദേഹം പറയുക, ഞാനിത് വെറുതെ പാടിയതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പാടിയതാ, എൻ്റെ ഉള്ള്, എൻ്റെ ഹൃദയം കൊണ്ട് ഞാനിത് പാട്ട് പാടിയത്, ഈ പാട്ട് എഴുതിയത്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? സംസാരിക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടോ? മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. നടക്കാൻ കഴിയുന്നുണ്ട്, കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയിലെ എല്ലാ സൗന്ദര്യമായ സുന്ദരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, ഒന്നിനൊരു കുറവില്ല, എല്ലാം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നു, ഒരു കുറവുമില്ലാതെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നു. ഭക്ഷണം കഴിക്കാം, സംസാരിക്കാനുള്ള കഴിവ്, സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ് എന്ന് വേണ്ട ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാത്ത ഒന്നും തന്നെ ഇല്ല ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ സാമ്പത്തിക മേഖലയിൽ ചില പ്രശ്നം ഉണ്ടാവും, ചില രോഗാവസ്ഥകൾ ഉണ്ടാകാം. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ, ഒരു തരി പോലും കുറയുന്നില്ല നിന്നോടുള്ള സ്നേഹം? ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നുമില്ലാതെ, ഒന്ന് ശ്വാസമെടുക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, കാണാൻ കഴിയാതെ, ഈ ഭൂമിയിൽ നമ്മളെക്ക് തുല്യനായി ഒരു തരത്തിലും പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം പറയുക, ഒരു തരി പോലും കുറയുന്നില്ല നിന്നോടുള്ള സ്നേഹം. കാരണം ദൈവം എനിക്ക് കാണാൻ കാഴ്ച നൽകിയില്ലെങ്കിലും, എനിക്ക് ശ്വാസമെടുക്കാൻ കൃത്രിമമായി മറ്റ് പ്രതിസന്ധികൾ, എല്ലാം പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നാലും, എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം എനിക്ക് കുറയത്തില്ല. കാരണം അവൻ്റെ വാഗ്ദത്തത്തിന് യാതൊരു കുറവുമില്ല. അവൻ നൽകിയ വാഗ്ദാനം ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുദിനം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് നമ്മുടെ നിത്യജീവൻ, അല്ലേ? നമ്മുടെ രക്ഷ, അനുഗ്രഹം. ഈ നിത്യജീവൻ എന്ന വാഗ്ദാനം യാതൊരു വിധത്തിലും കുറയില്ല. ഈ ഭൂമിയിൽ പല കുറവുണ്ടാകാം, സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, പല മേഖലയിലും നമുക്ക് ഈ ഭൂമിയിൽ പല പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്, ദൈവം നൽകിയ വാഗ്ദാനം, അവൻ വാക്ക് മാറുന്നവനല്ല, അവൻ്റെ വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. നമ്മളൊക്കെ വിവിധ കളറിലുള്ള ആളുകളല്ലേ? നല്ല വെളുത്ത ആളുകളെ കാണുമ്പോൾ നമുക്ക് അസൂയുണ്ട്, എന്നാൽ ചില സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ ചിലർക്ക് അസൂയ ഉണ്ടാവും. എല്ലാ രീതിയിലും അല്ലേ? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയില്ലേ? നല്ല സുന്ദരനാണെന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്കില്ലേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ ഓക്കെ. എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും അവരവരുടെ ലിമിറ്റേഷനെ വെച്ചിട്ട് മറ്റുള്ളത് കാണുമ്പോൾ ഉള്ളൊരു ചെറിയ അസൂയ. എൻ്റെ ഒരു ചെറിയൊരു ചോദ്യം, ഈ ഭൂമിയിൽ
ഏറ്റവും സൗന്ദര്യമായി ദൈവം സൃഷ്ടിച്ചത് ആരെയായിരുന്നു? ഏറ്റവും സുന്ദരനായ, ഏറ്റവും സൗന്ദര്യമുള്ളവനായി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണോ? ആദത്തെയാണോ? ഹവ്വയെയാണോ? ലൂസിഫറിനെയാണോ? ആരായിരിക്കും? എസെക്കിയേലിന്റെ പുസ്തകം അതിന്റെ 28-ാം അധ്യായം 12-ാം വാക്യം. മനുഷ്യപുത്ര, ടൈർ രാജാവിനെ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും. നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, നിനക്ക് വിജ്ഞാനവും ആവശ്യം പോലെ ഉണ്ടായിരുന്നു, മാത്രമല്ല സൗന്ദര്യ സമ്പുഷ്ടനായിരുന്നു, സൗന്ദര്യത്തിൽ പൂർണ്ണനായിരുന്നു, സർവസമ്പൂർണനായി, എല്ലാ ജ്ഞാനത്തിലും തികഞ്ഞവനായി, സൗന്ദര്യ സമ്പൂർണനായി ദൈവം ആരെ സൃഷ്ടിച്ചു? ലൂസിഫറിനെ സൃഷ്ടിച്ചു എന്ന് വചനം നമുക്ക് വ്യക്തമായിട്ട് പറയുന്നു. ഒരിക്കലും സോർ രാജാവ് അല്ല എന്ന് നമുക്കറിയാം. കാരണം ഭൂമിയിൽ ഒരുവനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം തൊട്ട് താഴെയുള്ള വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അത് സോർ രാജാവിനെ കുറിച്ചല്ല, ആ രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ആ രാജാവിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് തൊട്ട് താഴെ മുഴുവൻ സൃഷ്ടിയിൽ മുമ്പ്, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആദ്യത്തെ ആ അവസ്ഥയിലെ ലൂസിഫറിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇവിടെ വചനം നമ്മളോട് പറയുന്നത്. നമുക്കിന്ന് ദൈവവചനം ചിന്തിക്കാൻ വേണ്ടി 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കും. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തരമഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാ വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കുവാൻ ദൈവദൂതന്മാർ പോയി. ഇവിടെ വചനം വായിച്ചപ്പോൾ ഒത്തിരി വിഷയങ്ങൾ ഈ ഒരു ചെറിയ 2 വാക്യങ്ങളിൽ, അതായത് 10, 11, 12 3 വാക്യങ്ങളിൽ ഒരുപാട് ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാനതിൽ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് ഞാൻ എടുക്കുന്നത്, ഏറ്റവും അവസാനത്തെ കാര്യം. അതായത് ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. ഈ വിഷയം മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. എന്തിലേക്ക് എത്തി നോക്കാനാണ് ദൈവദൂതന്മാർ കൊതിക്കുന്നത്? നമ്മൾ സ്വാഭാവികമായും സൗന്ദര്യമുള്ള എന്ത് കണ്ടാലും അതിനെ നോക്കും, അല്ലേ? സന്തോഷമുള്ള എന്തൊരു കാര്യം കണ്ടാലും നമ്മൾ അതിനെ നോക്കും. ചിലർക്ക് എൻ്റർടൈൻമെൻറ്റുകളായിരിക്കും, ചിലപ്പോൾ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, കളികളോടായിരിക്കും എന്തെങ്കിലും ഇഷ്ടം. ചിലരെ സംബന്ധിച്ച് ലാളിക്കാൻ ഇഷ്ടം ചിലപ്പോൾ പൂച്ചയായിരിക്കാം, ചിലർക്ക് പട്ടിയായിരിക്കാം. ഇന്നൊരുത്തം പട്ടികടി കൊണ്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. പട്ടീനെ ലാളിച്ചതാണ്, അതിനെ പിടിച്ചൊരു കടിയും കൊണ്ടിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ വ്യക്തികൾക്ക് വ്യത്യസ്തതയാണ്. എന്തിനോടായിരിക്കും ചിലപ്പോൾ സ്നേഹമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലർക്ക് ചിലതിനോട് ഇഷ്ടവും ചിലതിനോട് അനിഷ്ടവുമായിരിക്കാം, വ്യത്യസ്തതയുണ്ട്. ഈ ഇഷ്ടമുള്ളതിലേക്ക് നോക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ? പ്രത്യേകിച്ച് ക്യൂരിയോസിറ്റി, ഭയങ്കര താല്പര്യമുള്ളതിലേക്ക് നോക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും മനുഷ്യനുണ്ട്. ഇതേ ഒരു അവസ്ഥയിൽ അവിടെ ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, ഇവയിലേക്ക് എത്തി നോക്കാൻ ദൂതന്മാർ പോലും കൊതിക്കുന്നു. അവർക്ക് നോക്കണമെന്നുണ്ട്, അത് കൊതിയോടുകൂടെയാണ് നോക്കുന്നത്, അതിന് ആഗ്രഹവുമുണ്ട്, എന്നാൽ ഒരു ചെറിയ ഭയവുമുണ്ട്. അവിടെ പറയുന്നത് 10-ാം വാക്യം, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. അതായത് പ്രത്യേകിച്ച് മാറ്റമില്ലാത്തൊരു കാര്യം എവിടൊക്കെയാണ്? പ്രവാചകന്മാർ മുതൽ ഇന്ന് ദൂതന്മാർ വരെ കൊതിക്കുന്ന ഒരേ വിഷയം. ഹനോക്കിനെ കുറിച്ച് യൂദാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹനോക്ക് ഒരു പ്രവാചകനായിരുന്നു, ഹനോക്ക് പ്രവചിച്ച കാര്യം ഇപ്പുറത്ത് സംഭവിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഹനോക്ക് മുതൽ നമുക്ക് കാണാം അനേക വ്യക്തികൾ ദൈവിക വെളിപ്പാടുകളിലൂടെ പ്രവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബ് പ്രവചനം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും താഴോട്ട് അബ്രഹാമിൻ്റെ പ്രവചനങ്ങളുണ്ട്, യാക്കോബിൻ്റെ പ്രവചനങ്ങൾ നമുക്ക് കാണാം. ഒട്ടനവധി പ്രവചനങ്ങൾ നമുക്ക് കാണാം. കാലം മുഴുവൻ മലാക്കി പുസ്തകം വരെ പ്രവചനങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അതിനുശേഷം സ്നാപയോഹന്നാൻ വരുന്നു. വീണ്ടും പുതിയ നിയമത്തിലെ പ്രവചനങ്ങളും പ്രവാചകന്മാരെ നമുക്ക് കാണാം. ഇത് മുഴുവൻ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ദൈവജനത്തിന് ഒരു രക്ഷയുണ്ട്. ആ രക്ഷയെക്കുറിച്ച് എവിടം മുതൽ പറയുന്നുണ്ട്? ഉൽപ്പത്തി 3:15 മുതൽ നമുക്ക് കാണാം രക്ഷയുടെ പ്രവചനങ്ങളെ കുറിച്ച്. വീണ്ടും ഇങ്ങോട്ട് അനേക പ്രവചനങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട്. നോഹ മുതൽ അല്ലെങ്കിൽ അനേക പ്രവചനങ്ങൾ. ഈ പ്രവാചകന്മാർ മുഴുവൻ ആരെയാണ് ഉറ്റുനോക്കിയത്? കൃപ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിനെയാണ് അവരെന്ത് ചെയ്തത്? നോക്കിക്കൊണ്ടിരുന്നത്.
ആ രക്ഷയെക്കുറിച്ച് അവർ അറിയുകയും അതിനെക്കുറിച്ച് അവർ ആരായുകയും ചെയ്തു. മോശ കണ്ടത് ആരെക്കുറിച്ചായിരുന്നു? യേശുവിനെയാണ്. മോശ സംസാരിച്ചതും മോശ കണ്ടത് മുഴുവൻ ക്രിസ്തുവിനെയാണ്. യെശയ്യാ പ്രവാചകൻ കണ്ടത് ക്രിസ്തുവിനെയാണ്. ജെറമിയ കണ്ടത് ക്രിസ്തുവിനെയാണ്. പഴയ പ്രവാചകന്മാർ മുഴുവൻ കണ്ടതും വെളിപ്പെടുത്തിയതും അതിലേക്ക് നോക്കിയതും മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരവ്, കൃപാവരങ്ങൾ, രക്ഷ, ഇത്യാദി കാര്യങ്ങളാണ് ഇവർ മുഴുവൻ എത്തി നോക്കുകയും അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും അന്വേഷിക്കുകയും ചെയ്തത് എന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മളെ കുറിച്ചൂടെ പറയുകയാണ്. 11-ാം വാക്യം. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അതായത് പഴയ നിയമ പ്രവാചകന്മാരിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ആരുടെ ആത്മാവാണ്? ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതായത് അവർ പ്രവചിച്ചത് യേശുവിൻ്റെ ആത്മാവിലാണ്, അവർ കണ്ടത് യേശുവിൻ്റെ ആത്മാവിലാണ്, അവർ മുഴുവൻ നടന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിലാണെന്നാണ് ഇവിടെ പത്രോസ് നമ്മളോട് പറയുന്നത്. ക്രിസ്തു സഹിക്കേണ്ടി വരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അതായത് യേശുവിൻ്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനിൽ ഇരുന്നു കൊണ്ട് യേശുവിന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ മുൻകൂട്ടി പ്രവചിച്ചു. യേശുവിൻ്റെ ആത്മാവ് ദാനിയേലിൽ ഇരുന്നു കൊണ്ട് 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടുമെന്ന് യേശുവിൻ്റെ ആത്മാവ് ദാനിയേലിൻ്റെ ഉള്ളിലിരുന്ന് പ്രവചിച്ചു. മോശയുടെ ഉള്ളിലിരുന്ന് ഇതാ എന്നേക്കാൾ ശക്തനായ ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുത്തോട്ട് വരും എന്ന് പ്രവചിച്ചു. എല്ലാ പ്രവചനങ്ങളും നടത്തിയത് ആരാണെന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്? യേശുവിൻ്റെ ആത്മാവ് ആ പ്രവാചകന്മാരിൽ ഇരുന്നു കൊണ്ട് പ്രവചിച്ചു എന്നാണ് ഇവിടെ വാക്യം കാണുന്നത്. വീണ്ടും അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. അവർക്ക് വെളിപ്പെട്ടിരുന്ന സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗർ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട്, അതായത് പരിശുദ്ധാത്മാവാണ് അവരെ നടത്തിയതും സുവിശേഷം പ്രഘോഷിച്ചതും സകല പ്രവൃത്തിയും ചെയ്തത്. എന്നിട്ട് പറയുകയാണ്, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക്, യേശുവിലേക്ക്, രക്ഷയിലേക്ക് എത്തി നോക്കാൻ ദൂതന്മാർ പോലും കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവരെന്തുകൊണ്ടായിരിക്കും കൊതിക്കുക? ഇപ്പോൾ ഒരു ബേക്കറിയുടെ മുമ്പിലിരുന്ന് ഒരു 3, 4, 5 വയസ്സുള്ളൊരു കൊച്ച് ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളം ഒലിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഓരോ ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ കൊതി തോന്നുന്നത് എന്തുകൊണ്ടാ? സ്ഥിരമായിട്ട് കഴിക്കുന്ന ചോറ് കണ്ടാൽ നിങ്ങൾക്ക് കൊതി തോന്നൂ? അതായത് ചോറ് തിളയ്ക്കണ കണ്ടിട്ട് കൊതി തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് ഇവിടെ? ചോറ് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പൊന്തുന്ന വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഇല്ല. ആ സമയം വേറെന്തെങ്കിലും ഒരു ലഡു ഇരിക്കുന്നത് കണ്ടാൽ കൊതി തോന്നുമോ? സ്വാഭാവികമായി ഒരു അല്പം ആഗ്രഹം തോന്നും. കുഴപ്പമില്ല, ലഡു. അമ്മച്ചി ആഗ്രഹിക്കണ്ട, ഷുഗറാന്ന് എനിക്കറിയാം. ഞാൻ ലഡു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി പൊന്തി നോക്കുക. ലഡു ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു കൊതി തോന്നും. ഇനി ലഡു ഒരു കാലത്തും കിട്ടാത്തൊരു വ്യക്തിയാണെങ്കിലോ? കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, പലരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, ഇതുവരെ കഴിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ആഗ്രഹം തോന്നും. സ്വാഭാവികമായും നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളോടല്ലേ നമുക്ക് ആഗ്രഹവും ആർത്തിയൊക്കെ തോന്നുന്നത്, ഒരു കൊതിയോടുകൂടി അതിനെ നോക്കുന്നത്. എന്നും കിട്ടുന്ന സാധനത്തിന് വല്ല താല്പര്യമുണ്ടോ? ഡെയിലി കിട്ടുന്ന ചോറിനോട് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇന്നും ഇത് തന്നെയാണോ? സാമ്പാർ തന്നെയാണോ? ചോറ് സാമ്പാർ മാത്രമുള്ള വേറെ ഒന്നുമില്ല എന്ന് ചോദിക്കും. അപ്പോൾ അവന് കിട്ടാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷേ അവൻ കൊതിയോടുകൂടെ നോക്കുന്നത്. ആ ദൂതന്മാർ പോലും നോക്കുന്നത് അവരുടെ കാറ്റഗറിയിൽപ്പെട്ട ഒരുവന് ലഭിക്കാത്തത് ആർക്ക് ലഭിക്കുന്നു? മനുഷ്യന് ലഭിക്കുന്നു. അതായത് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന് വേണ്ടി ആര് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു? ദൈവം താൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ മരിച്ച് ഈ രക്ഷയെ നമുക്ക് വേണ്ടി പകർന്നു തന്നു. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി തന്നെയല്ലേ ലൂസിഫർ, അല്ലേ? എന്നിട്ട് ആ ലൂസിഫറിനോട് യാതൊരുവിധ കരുണയും ദൈവം കാണിച്ചോ? ഒരു കരുണയും കാണിച്ചില്ല, ഒരു വ്യത്യാസവും ഇല്ല, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കുടുംബത്തിൽ പിറന്ന 2 മക്കൾ, 2 പേരോടും 2 തരത്തിൽ മാതാപിതാക്കൾ പെരുമാറുകയും 2 രീതിയിൽ, അതായത് ഒരുവന് സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കൊടുക്കുകയും മറ്റവന് മറ്റേ പൊട്ടിയ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ അത് ശരിയാണോ? അല്ല. 2 തരത്തിൽ ഒരേ സദ്യക്ക് 2 തരത്തിൽ വിളമ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? താല്പര്യമാണോ? അങ്ങനെ വിളമ്പുന്ന പല കാര്യങ്ങളും ഉണ്ട്, അല്ലേ? ഒരു സദ്യക്ക് തന്നെ 2 രീതിയിൽ വിളമ്പുന്നത് ഇല്ലേ? പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ കല്ലെറിയരുത്, ചീത്ത പറയരുത്. അച്ഛൻ വിശുദ്ധ കുർബാനയിൽ പറയും, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. നിങ്ങൾക്ക് തരുമോ? രക്തം നിങ്ങൾക്ക് തരുമോ?
ശരീരം മാത്രം തരും. ഒരു പന്തിയിൽ 2 പരിപാടി അല്ലേ? അച്ഛൻ മാത്രം കഴിക്കും, നമുക്ക് തരൂല. ഇതെന്ത് പരിപാടിയല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം ഒരേ പന്തിയിൽ ഭക്ഷിക്കാനും പാനം ചെയ്യാനും വന്നിരിക്കുന്നവർ, ഒരേ അനുഗ്രഹം പ്രാപിക്കാൻ. പക്ഷേ അച്ഛന്മാർക്ക് മാത്രമാണ് എന്തുള്ളൂ? രക്തമുള്ളൂ. ശരീരം മാത്രം നമുക്ക് തരും. എന്നിട്ട് പറയും ശരീരം മുറിച്ചാൽ മതി, അതിനെന്ത് കിട്ടും? രക്തം കിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്ന് കൈ മുറിച്ച് നോക്കി, അതിനകത്ത് രക്തമില്ലേ? അപ്പോൾ ഈ ശരീരത്തിൻ്റെ അകത്ത് രക്തമുണ്ട്, ഞങ്ങൾ തളിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയും. അതെന്ത് പരിപാടിയല്ലേ? കർത്താവിന് ഈ സയൻസ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിന് ഈ സയൻസ് അറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന് ഈ പുതിയ കാലത്തെ ഇവർക്ക് മാത്രമാണ് ഈ സയൻസ് അറിയത്തുള്ളൂ എന്നാണ് നമുക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പന്തിയിൽ 2 തരത്തിൽ വിളമ്പിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നീതിയല്ല, അതൊരു തരത്തിൽ നീതിയല്ല. ഇവിടെ സാത്താൻ അല്ലെങ്കിൽ ദൂതന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യാത്തൊരു പ്രവൃത്തി മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെയ്തു. ഇത് നീതിയാണോ? നീതിയാണോ? അല്ലേ? അല്ല. അപ്പൊ ദൈവം നീതിമാനല്ലേ? നമ്മുടെ സ്വർഗത്തിലെ ദൈവം നീതിമാനാണോ? അല്ലേ? നീതിമാനാണ്. ദൈവം നീതിമാനാണ്. എന്നാൽ ഈ പ്രവൃത്തിയിൽ ഒരു നീതി കാണാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തുടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ പറയുന്ന സാത്താനും മനുഷ്യനും, അല്ലേ? രണ്ടും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? എന്നാൽ ഒരു സൃഷ്ടിയെ കുറിച്ച് കൂടുതൽ കരുതുകയും മറ്റൊരു സൃഷ്ടിയെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തത് നീതിയാണോ? അല്ലേ? നേരത്തെ നിങ്ങൾ പറഞ്ഞു ദൂതന്മാർ പോലും എത്തി നോക്കുന്നത് എവിടേക്കാണ്? യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്ഷയിലേക്കാണ് ദൂതന്മാർ നോക്കുന്നത്. അങ്ങനെ ദൂതന്മാർ നോക്കാനുള്ള കാരണം ദൂതന്മാരെ കുറിച്ച് ദൈവത്തിന് ഈ ചിന്തയുണ്ടായിരുന്നില്ല. രണ്ടും സൃഷ്ടിയല്ലേ? വ്യത്യാസമുണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടി തന്നെയല്ലേ രണ്ടും? വ്യത്യാസമുണ്ടോ? നമുക്ക് 2-3 വചനങ്ങളൊന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ, അല്ലേ? ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഒരു മാറ്റവും ഇല്ല. എസെക്കിയേലിന്റെ പുസ്തകം അതിന്റെ 28-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചു നിർത്തിയതായിരുന്നു. 28-13 നമുക്കൊന്ന് വായിക്കാം. എസെക്കിയേൽ 28:13. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ. അപ്പോ ഇത് സൃഷ്ടി തന്നെയാണ്, അല്ലെ? ഏത്? ഈ പറയുന്ന ലൂസിഫറും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നു, ലൂസിഫറും ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് ഒരു സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. ഇനി നമ്മൾ ഈ സാമ്യങ്ങളൊന്ന് പരിശോധിക്കുക. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന്റെ സൃഷ്ടിയായ ലൂസിഫറിനെ കുറിച്ചുള്ള ചില സാമ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു പോവുക. രണ്ടുപേരെയും എവിടെയായിരുന്നു എന്നാണ് വചനം പറയുന്നത്? ഇപ്പൊ വായിച്ച വാക്യത്തിൽ നീ ദൈവത്തിന്റെ തോട്ടത്തിലെ ഏദനിലായിരുന്നു. അപ്പൊ ലൂസിഫർ എവിടെയായിരുന്നു? ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു എന്ന് വചനം പറയുന്നു. ഇതേ കാര്യം തന്നെ നമ്മൾ ഇപ്പുറത്തും കാണുന്നുണ്ട്. ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ദൈവം ആരെ കൊണ്ടുവന്നാക്കി? മനുഷ്യനെയും കൊണ്ടുവന്നാക്കി. ഈ ഏദന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ദൈവം മനുഷ്യനെയും ഏൽപ്പിച്ചതായിട്ട് നമുക്കവിടെ കാണാം. അപ്പോ സൃഷ്ടിയാണ്. ഈ രണ്ടുപേരും ഏദനിൽ തന്നെയാണ് എന്ന് വചനം പറയുന്നു. ഇനി മനുഷ്യൻ നിഷ്കളങ്കനാണോ ദുഷ്ടനാണോ? നിങ്ങൾ അനുഭവമുള്ള മനുഷ്യരെയല്ല ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ നിഷ്കളങ്കനാണോ ദുഷ്ടനാണോ? നിഷ്കളങ്കനാണ്. സാത്താൻ നിഷ്കളങ്കനാണോ ദുഷ്ടനാണോ? ദുഷ്ടനാണല്ലേ? വൃത്തികെട്ടവൻ ആണോ? അല്ലേ? ഓക്കെ, അടുത്ത വാക്യം വായിച്ചോ മോനെ. 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? 28-15 ഒന്ന് വായിക്കാമോ? നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ട ദിനം വരെ നീ എന്തായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. അപ്പൊ സാത്താനും ആരായിരുന്നു? അല്ലെങ്കിൽ ലൂസിഫറും എന്തായിരുന്നു? നിഷ്കളങ്കനായിരുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും? ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യനെ നോക്കിയിട്ട് നിങ്ങൾ പറയരുത് ദൈവം സൃഷ്ടിച്ച ആദാം നിഷ്കളങ്കനായിരുന്നു. അല്ലേ? നിഷ്കളങ്കനായിരുന്നോ? ആണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം, ഏറ്റവും 1-ാമത്തെ അതിന്റെ ലാസ്റ്റ് വാക്യത്തിൽ വചനം പറയുന്നത് എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് എന്ന് അവൻ കണ്ടു, ഒന്നിനും ഒരു കുറവില്ല, എല്ലാം നല്ലത് നല്ലത് നല്ലത്. മനുഷ്യൻ നല്ലത് എന്ന് ദൈവത്തിന് തോന്നണമെങ്കിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കണം? നിഷ്കളങ്കനായിരിക്കണം, സൗന്ദര്യവാനായിരിക്കണം. അല്ലേ? നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ചിരുന്നു. എസെക്കിയേൽ 28-13 വായിച്ചിരുന്നു. അല്ലേ? 13 എങ്ങനെയായിരുന്നു പറഞ്ഞത്? സാത്താൻ എങ്ങനെയായിരുന്നു? ഒന്നുകൂടി വായിച്ചോ. 13. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ഏദനിലായിരുന്നു. മാണിക്യം,
പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം. അല്ല 12, സോറി 13 12 വാക്യം. മനുഷ്യപുത്ര, തൈർ രാജാവിനെ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും. വിജ്ഞാനം ദൈവികമായിട്ടുള്ള അറിവുകൾ തികഞ്ഞവനും സൗന്ദര്യത്തിൽ പൂർണ്ണനുമായിരുന്നു. ആര്? ലൂസിഫർ. എല്ലാ സൗന്ദര്യവും അവനുണ്ടായിരുന്നു. മനുഷ്യന് സൗന്ദര്യം ഉണ്ടായിരുന്നു ഇല്ലേ? കാരണം ഉൽപ്പത്തി പുസ്തകം 1:31 വാക്യം പറയുന്നത്, എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം നല്ലത് എന്ന് കാണണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഏറ്റവും സർവ്വസമ്പൂർണമായി. ഇനി ദൈവം മനുഷ്യന് ജ്ഞാനത്തെ കൊടുത്തിട്ടില്ലേ? ജ്ഞാനത്തെ കൊടുത്തിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, സോളമൻ പോലും തൻ്റെ സർവ്വജ്ഞാനത്തിലും ഒരു പുൽക്കൊടിക്ക് തുല്യം പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നടത്തുന്ന ദൈവം എല്ലാ ജ്ഞാനത്തിലുമാണ് നിങ്ങളെ നടത്തുന്നത്. ഇനി ആദത്തെ എടുത്ത് നോക്കുക. ആദത്തിന്റെ മുൻപിൽ ദൈവം ഹവ്വയെ കൊണ്ടു നിർത്തി, അവനെ ഗാഢനിദ്രയിലാക്കി. ആദം പറഞ്ഞു, ഇതെൻ്റെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും. വളരെ ക്ലിയർ ആയിട്ട് അവൻ ആൻസർ പറഞ്ഞു. ജ്ഞാനമില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ അവൻ എന്താ പറയണ്ടേ? ഇത് ഏതേ പെണ്ണുമ്പിള്ള, ഇതിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണ്ടേ? അല്ലെ, അങ്ങനെയല്ലേ ചോദിക്കണ്ടേ? ആദം പക്ഷെ വളരെ ജ്ഞാനത്തോടുകൂടെ ദൈവ തിരുസന്നിധിയിൽ പറയുകയാണ്, ഇതെൻ്റെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാകുന്നു. മാത്രമല്ല, ഈ ഭൂമിയിലെ പല കാര്യങ്ങൾക്കും പേരിട്ടത് ആദമാണ് എന്ന് ദൈവവചനം പറയുന്നു. ആരാണ് പേരിട്ടത്? ആദമാണ്. ദൈവം പേരിട്ടു. സൂര്യന്, ചന്ദ്രന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൈവം പേരിട്ടു. മറ്റ് കാര്യങ്ങൾക്ക് പേര് എന്ത് മനുഷ്യനിടുമെന്നറിയാൻ ദൈവം മനുഷ്യന്റെ മുൻപിൽ ഈ വക വസ്തുക്കളെ കൊണ്ടുവന്ന് നിർത്തി മനുഷ്യൻ അവയ്ക്ക് പേരിട്ടു. ആദമാണ് സകലത്തിനും പേരിട്ടത്. ആ പേരിട്ടപ്പോ അവൻ ജ്ഞാനത്തിലാണ് ഈ പേരുകളെല്ലാം ഇട്ടത്. ഇവിടെ എസെക്കിയേലിന്റെ പുസ്തകം 28:12 പറയുന്നു, ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോഴും സാത്താനെ കുറിച്ച് പറയുമ്പോഴും ഈ ദൂതനെ കുറിച്ച് പറയുമ്പോഴും അവിടെ പറയുന്നത്, അവൻ സർവ്വജ്ഞാനത്തിലും നിറഞ്ഞവനായിരുന്നു, എല്ലാ വിജ്ഞാനവും അവനുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സാമ്യങ്ങൾ നമ്മൾ ആരെ കുറിച്ച് കണ്ടു? മനുഷ്യനായ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ പറയുന്ന ലൂസിഫറിനെ കുറിച്ചും നമ്മൾ കണ്ടു. ഇനി ഇവർ രണ്ടുപേരുടെയും വീഴ്ചയും ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ്, ഒരേ തലം തന്നെയാണ്. സാത്താൻ എങ്ങനെയാണ് വീണത്? ഏതവസ്ഥയിലാണ് വീണത്? എന്തുകൊണ്ടാണ് വീണത്? അവൻ ദൈവത്തിന് തുല്യനായി അവൻ ചിന്തിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് മുകളിൽ അവൻ സ്ഥാനമുണ്ടെന്ന് അവൻ ചിന്തിക്കുകയും ചെയ്തപ്പോൾ ദൈവം സാത്താനെ വെട്ടി വീഴ്ത്തി എന്നാണ് യെശയ്യാ പ്രവചനം അതിൻ്റെ 14 അധ്യായത്തിൽ 13 മുതൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന് തുല്യനാകാൻ ശ്രമിച്ച ഒരു പാപമാണ്, തിന്മയാണ് അവൻ ചെയ്തത്. മനുഷ്യൻ ചെയ്ത പാപം എന്തായിരുന്നു? തിന്നരുതെന്ന് പറഞ്ഞ പഴം അവൻ ഭക്ഷിച്ചു. ആ പാപമാണ് അവൻ ചെയ്തത്. ആ പഴം ഭക്ഷിക്കാനുള്ളവൻ്റെ കാരണം എന്തായിരുന്നു? നീ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകുമെന്ന് ആരോട് പറഞ്ഞു? സാത്താൻ സ്ത്രീയോട് പറഞ്ഞു. സ്ത്രീയുടെ ആഗ്രഹം, എന്നാൽ പിന്നെ ഓസിക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ലത് അതാണല്ലോ എന്ന് കരുതി ആ പ്രവൃത്തി ചെയ്തു. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അതേ കാര്യം തന്നെയാണ് സാത്താൻ്റെ പാപവും. ദൈവത്തെ പോലെ ആകുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുകളിൽ ഇരിക്കുക എന്ന പാപം പിശാചിലും അതേ പാപം തന്നെ ആരിലുമുണ്ട്? മനുഷ്യനിലുമുണ്ട്. ഇതേ കാര്യം തന്നെ, യാതൊരുവിധ വ്യത്യസ്തതയും നമുക്ക് കാണുന്നില്ല. ഇതേ കാര്യം തന്നെ നമുക്ക് അവിടെ കാണാം. ഇനി സൃഷ്ടിയിലുള്ള വ്യത്യസ്തത നമുക്കുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ സാത്താനെ അല്ലെങ്കിൽ ലൂസിഫറിനെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള 9 തരം രത്നങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മളിപ്പോൾ വായിച്ച വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യത്യസ്തതയുള്ളത്. പക്ഷേ അവിടെയും ഹെബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ മനുഷ്യൻ്റെ സൃഷ്ടിയിലുള്ള ഒരു വ്യത്യസ്തതയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യം. ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അങ്ങ് മനുഷ്യനെ ഓർക്കുവാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കുവാൻ മനുഷ്യപുത്രൻ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു, മഹിമയും ബഹുമാനവും കൊണ്ട് അവന് കിരീടമണിയിച്ചു. ആമേൻ. അവിടെ വചനം പറയുകയാണ്, ദൂതന്മാരെ സൃഷ്ടിച്ചപ്പോഴും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും പല കാര്യത്തിലും സമനായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഒരു കാര്യത്തിൽ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ഏത് കാര്യത്തിൽ?
ആ മരണം എന്ന് പറയുന്ന കാര്യത്തിൽ ദൂതന്മാർക്ക് മരണം അല്ല, ദൂതന് മരണത്തിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ മനുഷ്യന് സാത്താന്റെ അസൂയ നിമിത്തം മരണം കൈവന്നു എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, ഹെബ്രായ ഒന്നൊരു വായിച്ചോ? ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങ് മനുഷ്യനെ ഓർക്കുവാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കുവാൻ മനുഷ്യപുത്രൻ ആരാണ്? സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യത്തെ ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. ദൂതനേക്കാൾ താഴ്ന്നവനായി സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവന് കിരീടമണിയിച്ചു. എന്നാൽ അവന് മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ അണിയിച്ചു. ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും അവന് കൊടുത്തു. മാത്രമല്ല എല്ലാവിധ ശ്രേഷ്ഠമായ രത്നങ്ങൾ സാത്താന് കൊടുത്തപ്പോൾ വെറും പൊടി കൊണ്ട് അവനെ സൃഷ്ടിച്ചു. ഈ ഒരു സൃഷ്ടിയുടെ കാര്യത്തിൽ, ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് സാത്താനും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും, പാപത്തിന്റെ കാര്യത്തിലും പല കാര്യത്തിലും കുറെ സിമിലാരിറ്റി കണ്ടപ്പോൾ ഇവിടെ മാത്രം എന്ത് കണ്ടു? ഒരു വ്യത്യസ്തത കണ്ടു. ഇനി ഒരു വ്യത്യസ്തത കൂടെയുണ്ട്. സാത്താൻ സ്വയം നിഗളിച്ച് പാപിയായി മാറി. മനുഷ്യനോ? മനുഷ്യൻ എങ്ങനെ പാപിയായി മാറിയേ? സാത്താന്റെ പ്രലോഭനത്താൽ വഞ്ചിച്ച്, അല്ലെ, ഹവ്വയെ ചതിച്ച് വഞ്ചിച്ചാണ് സാത്താൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചത്. ഈ ഒരു വ്യത്യാസം മാത്രമേ നമ്മളും തമ്മിലുള്ളൂ, നമ്മളും പിശാചും തമ്മിലുള്ളൂ. നമ്മൾ പാപത്തിലേക്ക് വീണത് നമ്മുടെ തന്നെ ആഗ്രഹം കൊണ്ടോ നമ്മുടെ തന്നെ ഇഷ്ടം കൊണ്ടോ അല്ല. സാത്താന്റെ വഞ്ചന മൂലം, അവന്റെ ആ ഒരു ബന്ധനം മൂലമാണ് മനുഷ്യൻ പാപത്തിലേക്ക് വീണത്. എന്നാൽ സാത്താൻ അവൻ തന്നെ നിഗളിച്ച്, അവൻ തന്നെ അഹങ്കരിച്ച് താൻ ദൈവത്തിന് മുകളിൽ കയറുമെന്ന് ചിന്തിക്കുകയും ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് പിശാച് പാപത്തിൽ വീണത്. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ നമ്മളും ആരും തമ്മിലുള്ളത്, ലൂസിഫറും തമ്മിൽ. അതായത് മറ്റവൻ സ്വയം പാപത്തിൽ വീഴുന്നു, നമ്മൾ മറ്റുള്ളവൻ്റെ പ്രലോഭനം മൂലം പാപത്തിൽ വീഴുന്നു. സൃഷ്ടിയുടെ കാര്യത്തിലും ഈ ഒരു വ്യത്യസ്തത കാണാം. ബാക്കി കുറേ സിമിലാരിറ്റീസ് നമുക്കവിടെ ദൈവത്തിൻ്റെ ദൂതനും തമ്മിലും മനുഷ്യരും തമ്മിൽ കാണാം. ഇതേ കാര്യത്തെക്കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, അവൻ സ്വയം പാപത്തിൽ വീണതുകൊണ്ട് അവന് വേണ്ടി ആരും ഒരു വിരലും അനക്കിയില്ല, ദൈവം ഒന്നും ചെയ്തില്ല. എന്നാൽ നമ്മുടെ പാപമല്ലാതെ മറ്റുള്ളവൻ നമ്മെ, അല്ലെങ്കിൽ സാത്താന്റെ പ്രലോഭനം നിമിത്തം മനുഷ്യൻ പാപത്തിൽ വീണതുകൊണ്ട് ദൈവം ഒരു സേപ്പരീക്ഷ നമുക്ക് വെച്ചേക്കുക. എന്താ വെച്ചിരിക്കുന്നത്? ഒരു സേപ്പരീക്ഷ, ഒരു ഓപ്ഷൻ, ഒരു സെക്കൻഡ് ഓപ്ഷൻ. അതായത് ഒരിക്കൽ വീണവന് വേണ്ടി മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കാത്തപ്പോൾ ദൈവം താൻ ചെയ്തുകൊണ്ട് രക്ഷ പ്രാപിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹം വെച്ചിരിക്കുകയാണ്. അതാണ് ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ ദൈവാത്മാവിൻ്റെ ആ ഒരു കൃപയിൽ വചനം നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. ആ വചനം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ന്റെ 1-2 വാക്യം. ബോഷന്മാരെ, ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനെ ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഗലാത്യയിലുള്ള വിശ്വാസികളോട് ചോദിക്കുക. അല്ലയോ വിശുദ്ധരായ ഗലാത്യരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? വായിച്ചോ. ഇത് മാത്രം നിങ്ങളിൽ നിന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ ആണോ, അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? സുവിശേഷം, വിശ്വാസത്തിന്റെ പ്രഘോഷണം നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്തുവാ? സുവിശേഷത്തിന്റെ പ്രഘോഷണം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്തുവാ? എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം നമുക്ക് ലഭിച്ചു. സുവിശേഷ പ്രഘോഷണത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്ന യഥാർത്ഥ വാഗ്ദാനം നമുക്ക് ലഭിച്ചു. എഫേസ്യസിലുള്ള എഫേസ്യയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ജനങ്ങളോട് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലുമില്ല, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്? അപ്പോൾ സ്നാപയോഹന്നാൻ്റെ പ്രഘോഷണമാണ് അവർ കേട്ടിട്ടുള്ളൂ. എന്നാൽ അവർക്കൊരു വിശ്വാസമുണ്ട്, മിശിഹായെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ക്രിസ്തുവിലുള്ള പ്രഘോഷണം കേട്ട് കഴിഞ്ഞപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് വന്നു. ആദ്യത്തെ പത്രോസിൻ്റെ, കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലെ വിശ്വാസത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം അവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വിജാതീയരായ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ കൂടിയിരുന്നവരിലേക്ക് എന്ത് കടന്നു വന്നു? നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ്
അവരിലേക്കും കടന്നു വന്നു. അതുകൊണ്ട് സ്നാനജലം അവരിൽ നിന്ന് നമുക്ക് തടയാൻ എങ്ങനെ സാധിക്കുമെന്ന് പത്രോസ് ചോദിക്കുന്നുണ്ട്. അതായത് സുവിശേഷ പ്രഘോഷണം നടന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അവരിലേക്ക് കടന്നു വന്നു. അതാണ് ഇവിടെ ഗലാത്യ ലേഖനത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലാണോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടതുകൊണ്ടാണോ? അപ്പൊ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. സുവിശേഷ പ്രഘോഷണം നിമിത്തം യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ആരിലേക്ക് കടന്നു വരും? നമ്മിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നവര്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്. നിങ്ങൾ സുവിശേഷം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സൗന്ദര്യവാനായി, യഥാർത്ഥ നിഷ്കളങ്കനായി, യഥാർത്ഥ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരുവൻ മാറ്റപ്പെടുന്നുള്ളൂ. നമ്മൾ കുറേ സിമിലാരിറ്റീസ് വായിച്ചു അല്ലേ? പാപത്തിൽ വീഴുന്നതിന് മുൻപ് സാത്താൻ എങ്ങനെയായിരുന്നു, പാപത്തിൽ വീഴുന്നതിന് മുൻപ് ആദം എങ്ങനെയായിരുന്നു. ഈ അവസ്ഥയിലേക്ക് നീ തിരിച്ചു വരണമെങ്കിൽ നിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വരണം. ഈ ലോകത്തെ എല്ലാം അറിവുണ്ടായവനാണെങ്കിലും അവൻ സർവ്വവിജ്ഞാനം എന്ന് പറയാൻ പറ്റുമോ? സർവ്വവിജ്ഞാന കോശമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ദൈവം മനുഷ്യനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പൂർണ്ണനെന്നും സർവജ്ഞാനിയുമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ആരാണ്? എല്ലാ ജ്ഞാനമുള്ളവനാണ്. കാരണം പരിശുദ്ധാത്മാവിനെ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഏതൊരു പ്രോബ്ലം നിന്റെ മുമ്പിൽ വന്നാലും അതിന് സൊല്യൂഷൻ നൽകാൻ കഴിവുള്ളവൻ ആരാണ്? പരിശുദ്ധാത്മാവ് മാത്രമാണ്.